ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ടീച്ചർ ആസ് ആൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച്. അതായത് നമ്മുടെ ജെൻഡർ പെർസ്പെക്റ്റീവിൽ എങ്ങനെ നമുക്ക് ജെൻഡർ പെർസ്പെക്റ്റീവിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം, ഒരു പോസിറ്റീവ് ചേഞ്ച് എങ്ങനെ കൊണ്ടുവരാം, അവിടെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ടീച്ചറിന് നമ്മുടെ വംശത്തിൻ്റെ ഒരു വഴികാട്ടിയായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭാവി ജനറേഷൻ ഒരു ഗാർഡിയനായിട്ട് നിൽക്കാനായിട്ട് പറ്റും. അതാണ് ടോർച്ച് ബിയറേഴ്സ് ഓഫ് റേസ് ആൻഡ് ഗാർഡിയൻ ഓഫ് ഫ്യൂച്ചർ മാൻകൈൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ഒരു സഹായകനായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും. അതായത് ഒരു ഫെസിലിറ്റേറ്ററായിട്ട് നിന്നുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ വാല്യൂസ്, അതുപോലെ തന്നെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക, അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ്, ടാലൻസ് ഡിസ്കവർ ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊരു ക്രിട്ടിക്കൽ റിഫ്ലക്ഷൻ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു സ്പേസ് കൊടുക്കുക. എന്തിനു വേണ്ടിയാണ്? അതായത് ഓൺ ട്രഡീഷണൽ ജെൻഡർ, അതായത് ട്രഡീഷണൽ അസംഷൻസ് ആൻഡ് മീനിങ്സ് ഓൺ ജെൻഡർ, അതായത് അല്ലെങ്കിൽ ട്രഡീഷണൽ അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂസിനെതിരായിട്ട് ഒരു ക്രിട്ടിക്കൽ റിഫ്ലക്ഷൻ ഓൺ ജെൻഡർ ഇഷ്യൂസ്, വളരെ ജെൻഡർ ഇഷ്യൂസിനെ മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ പോയിൻ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് നമ്മുടെ ജെൻഡർ റോളിന് ടീച്ചേഴ്സിന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് കുട്ടികളിൽ. അപ്പോൾ ടീച്ചേഴ്സ് ജെൻഡർ റോൾ ഓഫ് സ്റ്റുഡൻസ് നല്ല രീതിയിൽ മോൾഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അതുപോലെ അതായത് കുട്ടികളുടെ നീഡ്സ്, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസസ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവരുടെ ആവശ്യാനുസരണം ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കാരണം രണ്ടുപേരുടെയും ആവശ്യങ്ങൾ അവിടെ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് എപ്പോഴും എൻഷുർ ചെയ്യുക എല്ലാ കുട്ടികൾക്കും സെയിം ഓപ്പർച്യൂണിറ്റീസ് ആണോ, അതായത് ഈക്വൽ ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷനിൽ കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ റിസോഴ്സസ്. ഓക്കെ, അതായത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആണോ എന്ന് ജസ്റ്റ് നോക്കുക. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കേണ്ടത്? അതായത് എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണോ എന്ന് വിലയിരുത്തുക. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഈക്വൽ റിസോഴ്സസ് എമംഗ് ദ സ്റ്റുഡൻസ്. പിന്നെ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് പ്രൊമോട്ട് ചെയ്യുക. അതായത് ഒരു ജെൻഡർ സെൻസിറ്റീവ് ക്ലാസ് റൂം ഡെവലപ്പ് ചെയ്യുക, അതായത് ഫ്രീ ഫ്രം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ സ്റ്റീരിയോടൈപ്സ്, ജെൻഡർ റോൾസിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ജെൻഡർ സെൻസിറ്റീവ് ക്ലാസ് റൂം ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ജെൻഡർ സെൻസിറ്റീവ് ടീച്ചിങ് ലേണിംഗ് അപ്രോച്ചസ് ബ്രിങ് ചെയ്യുക. അതുപോലെ തന്നെ ജെൻഡർ സെൻസിറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ചസ്, രണ്ട് കൂട്ടരെയും വേദനിപ്പിക്കാത്ത തക്കവണ്ണം സ്റ്റുഡൻസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ ന്യൂട്രൽ ലാംഗ്വേജസ്, ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് നമ്മൾ പറഞ്ഞതാണ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഫെസിലിറ്റീസ് വിത്തൗട്ട് എനി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആസ് എ പാർട്ട് ഓഫ് ടീച്ചേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, താങ്ക് യു.